Hello friends, welcome to 𝙑𝙤𝙀 channel. എൻ്റെ പേര് അജയ്. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് OneCardന്റെ നമ്മുടെ QR കോഡ് പേയ്മെന്റിന്റെ ഒരു ഫീച്ചറിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് OneCard ഉപയോഗിക്കുന്നവർക്ക് മിക്ക ആൾക്കാർക്കും അവർ നമ്മുടെ സെറ്റിംഗ്സ് പേജിൽ കണ്ടിട്ടുണ്ടായിരിക്കും QR കോഡ് സെറ്റിംഗ്സ് ഓൺ ഓഫ് ആക്കാനും QR കോഡ് പേയ്മെന്റ് ഓൺ ആക്കാനും ഓഫ് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനുള്ള സെറ്റിംഗ്സുകൾ നമ്മുടെ OneCardന്റെ സെറ്റിംഗ്സിൽ കണ്ടിട്ടുണ്ടായിരിക്കും. കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടാകും നമുക്ക് എങ്ങനെയാണ് ഈ OneCard ഉപയോഗിച്ചൊരു QR കോഡ് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട്. അതായത് നമുക്ക് സ്കാൻ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, കുറേ പേർക്ക് എന്തായാലും അറിയായിരിക്കും, ഗൂഗിൾ പേയിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്യാനുള്ള സപ്പോർട്ട് കുറച്ച് കാലം മുമ്പേ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു മിനിമം എനിക്ക് തോന്നുന്നു ഒരു 20% വരെ കാർഡുകൾക്ക് മാത്രം സപ്പോർട്ട് വന്നിട്ടുള്ളൂ. ചില ബാങ്കുകളുടെ സപ്പോർട്ട് കാർഡ് മാത്രമേ സപ്പോർട്ടായിട്ടുള്ളൂ. ഇപ്പോൾ OneCardന്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് സൗദി ബാങ്കിൻ്റെ കാർഡ് മാത്രമേ സപ്പോർട്ട് വന്നിട്ടുള്ളൂ. ബാങ്ക് ഓഫ് ബറോഡ സംതിങ് ഏതാണ്ട് അവരും കൂടി ആയിട്ടുണ്ട്. ഏതാ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ന്യൂസ്. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഗൂഗിൾ പേൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഏതൊക്കെ കാർഡ് സപ്പോർട്ടറാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാർഡ് നമ്പർ അടിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ ചില ബാങ്കുകൾക്ക് മാത്രമേ സപ്പോർട്ടുള്ളൂ. OneCardൽ തന്നെ OneCard ലൈറ്റിന് സപ്പോർട്ടില്ല. അതായത് SBI ബാങ്ക് കൊടുക്കുന്ന FD ക്രെഡിറ്റ് കാർഡിന് സപ്പോർട്ടില്ല. കുറേ പേര് നമ്മൾ ചോദിക്കുന്നുണ്ടോ SBI ബാങ്ക് എടുത്ത് കാർഡ് എടുത്ത് വരെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നിട്ട്. എന്ന് വെച്ചാൽ ഗൂഗിൾ പേ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കാർഡുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് മാത്രമേ നമുക്ക് ഇപ്പോൾ സപ്പോർട്ട് വന്നിട്ടുള്ളൂ. ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ അവർ QR കോഡ് പേയ്മെൻറ്റ്സ് എനേബിൾ ആയിട്ട് വന്നിട്ട് നമ്മൾ OneCardന്റെ കസ്റ്റമർ കെയറിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് QR കോഡ് പേയ്മെൻറ്റ് ഇപ്പോൾ സ്കാൻ ആൻഡ് പേ ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ട്. അത് പതുക്കെ എനേബിൾ ആയിട്ട് വരുന്നുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ എനേബിളായി വന്നവർക്ക്, പ്രത്യേകിച്ച് സൗദി ബാങ്കിൻ്റെ OneCardലുള്ളവർക്കൊക്കെ എനേബിൾ ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ഒരു വർഷം നമ്മൾ ട്രൈ നോക്കിയെന്നു ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ആക്ച്വലി OneCardന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും നമ്മുടെ പ്രത്യേകിച്ച് ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഒന്നും ഓൺലൈൻ ആപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ പേയിലൊന്നും സേവ് ചെയ്യാറില്ല. ഇപ്പോഴും ഞാൻ സേവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് എനിക്ക് അതുകൊണ്ട് കാണിച്ചു തരാൻ പറ്റില്ല. എന്തായാലും ആപ്പിൽ കൂടെ കാണിച്ചു തരാം എങ്ങനെയാണ് സംഭവം ചെയ്യേണ്ടത്, ഓൺ ആക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. ഗൂഗിൾ പേ ഞാൻ സേവ് ചെയ്തിട്ട് ആദ്യം നമ്മൾ പണ്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എങ്ങനെ ഗൂഗിൾ പേയിൽ ആഡ് ചെയ്യാൻ പറ്റും. ആ സമയത്ത് ഞാൻ ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഈ ഇടയ്ക്ക് നമ്മൾ എന്താ പറയുക റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞത്. നിങ്ങൾക്ക് അത് നല്ല കിട്ടുന്നത് വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് മാത്രമല്ല എല്ലാ കാർഡുകളും നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമുക്ക് റീസെൻ്റ്ലി കുറച്ച് കാലം മുമ്പ് ഫ്ലിപ്കാർട്ടിൽ സേവ് ചെയ്ത കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ കുറേ ഇഷ്യൂ വരും. അപ്പോൾ നിങ്ങൾ സേവ് ചെയ്യണത് മോസ്റ്റ്ലി ഒഴിവാക്കാൻ നല്ലത്. പക്ഷേ റെഗുലറായിട്ട് കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവർക്ക് എന്തായാലും, അല്ലെങ്കിൽ നമുക്ക് എല്ലാ പ്രാവശ്യവും നമ്മൾ അടിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ കുറച്ച് പാടായിരിക്കും, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുക എന്തായാലും ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലോ അല്ലെങ്കിൽ ഗൂഗിൾ പേയിലും കൂടെ ആയിക്കോട്ടെ സേവ് ചെയ്യേണ്ടതായിരിക്കും നല്ലത് കേട്ടോ. എന്താ വെച്ചാൽ കുറച്ചുകൂടി സെക്യൂരിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും. നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് ഷെയർഡ് ആണെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഷെയർഡ് അല്ലെങ്കിൽ പുറത്തേക്ക് പോകാൻ ഡീറ്റെയിൽസ് പുറത്തേക്ക് പോകാൻ കുറച്ച് പാടാണ്. അതിപ്പോൾ ഏത് കാർഡ് ആയിക്കോട്ടെ, ഓൺലൈൻ ഇപ്പോൾ പേ ലേറ്റർ കാർഡ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ആയിട്ടോ ഡെബിറ്റ് കാർഡ് എന്തായിക്കോട്ടെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കി നോക്കാം. പക്ഷേ കസ്റ്റമേഴ്സ് ഞാൻ പറയില്ല, എന്ന് വെച്ചാൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് അവർക്ക് പ്രത്യേകിച്ച്. പക്ഷേ OneCardലൊക്കെ നമുക്ക് കാർഡ് ഡീറ്റെയിൽസ് നമ്മുടെ ആപ്പിൽ നിന്ന് തന്നെ കോപ്പി ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് വലിയ പാടില്ല എന്ന് പറയാം. പണ്ടത്തെ പാടില്ല എന്തായാലും ഇപ്പോഴത്തെ അതില്ലാത്തവർക്ക് കുറച്ച് പാടാട്ടാന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ RBL കാർഡിൻ്റെ ആപ്പിലൊന്നും ഇങ്ങനെ പരിപാടിയില്ല. ബാക്കിയുള്ള SBIയുടെ ആപ്പിലൊന്നും ഇങ്ങനെ കോപ്പി പരിപാടികളില്ല. അപ്പോൾ കുറച്ച് പാടാണ്. നമ്മളെല്ലാം കാർഡ് നോക്കിയിട്ട് അടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ആപ്പിൽ പോയി നോക്കിയിട്ട് അടിച്ചു കൊടുക്കണം. കുറച്ച് പാട് തന്നെയാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിൽ ഞാൻ വിടുന്നു. എന്തായാലും നമുക്ക് സെക്യൂരിറ്റി കൊണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ തന്നെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടെങ്കിലും മാറിപ്പോയി, ഡൈവേർട്ടായിപ്പോയി. അതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചാനലിൽ നമ്മൾ ആമസോണിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ URL കാണുന്നുണ്ടായിരിക്കും. ഒന്ന് ട്രൈ നോക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ആമസോൺ പർച്ചേസിങ് കുറച്ചുകൂടി എളുപ്പമാക്കാനുള്ള ഒരു വെബ്സൈറ്റ് ആയിരിക്കും. നമ്മളൊരു ഹോം പേജ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാത്തിനും ടോപ്പ് കാറ്റഗറി പോലെ നോക്കി നോക്കട്ടെ. അതുപോലെ തന്നെ നമുക്ക് നിങ്ങളന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ സംഭവങ്ങളൊന്നും വരില്ല. ഡയറക്റ്റ് നമുക്ക് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഒന്ന് ട്രൈ നോക്കാൻ മറക്കണ്ടല്ലോ. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം കാലൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണം. നമ്മൾ എല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ചെക്കൗട്ട് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ മൊബൈലിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് ഓൾറെഡി ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടില്ല. പക്ഷേ നമുക്ക് എന്തായാലും നോക്കി നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ മൊബൈലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി നമ്മുടെ ഗൂഗിൾ പേയിൽ പോയി കഴിഞ്ഞാൽ മുമ്പ് ഞാൻ OneCardന്റെ ആപ്പിൽ കാണിച്ചു തരാം ഏതാ സെറ്റിങ്സ്. അപ്പോൾ നമ്മൾ OneCardന്റെ ആപ്പ് ഒന്ന് എടുക്കട്ടെ. ഞാൻ ആപ്പ് ഓപ്പൺ ചെയ്യാണ്. ഇതിൽ നമുക്ക് സെറ്റിങ്സ് പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഈ പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തേത് OneCard ഉപയോഗിക്കുന്നവർക്ക് അറിയേണ്ടായിരിക്കും എന്തായാലും. എന്ന് വെച്ചാൽ നമുക്ക് താഴെയായിട്ട് 3-4 സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും താഴെയായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഇതിൻ്റെ സെറ്റിങ്സ് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അതുപോലെ ബില്ലുണ്ടെങ്കിൽ അത് കാണാൻ പറ്റും. അപ്പോൾ താഴെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ കൺട്രോൾസ് ഉണ്ട്. മൈ കൺട്രോൾസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിയോ കൺട്രോൾസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഭാരത് QR ട്രാൻസാക്ഷൻ ചിലപ്പോൾ ലോക്ക് റേറ്റ് എടുക്കുന്നുണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അൺലോക്ക് ചെയ്യാൻ പറ്റും, റീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും.
അപ്പോൾ അത് ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സംഭവം ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാർഡ് നമ്മുടെ ഗൂഗിൾ പേയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ സ്കാൻ ആൻഡ് പേ ഓപ്ഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇവരുടെ ഇത് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനേബിൾ ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ ആദ്യം ഇത് എനേബിൾ ആയിട്ടുണ്ടെന്നില്ല ഈ ഫീച്ചർ. അപ്പോൾ ഞാൻ ആക്ച്വലി ഒരു ദിവസം മുമ്പ് നമ്മൾ അവർ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിന്ന് ഒരു 6 മണിക്ക് കഴിയുമ്പോൾ നമുക്ക് റിപ്ലൈ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ റിപ്ലൈ അവിടെ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൂം ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഞാൻ എന്തായാലും ഇവിടെ കാണിച്ചു തരാം ആ സ്റ്റെപ്പ് ഒരു പറഞ്ഞേക്കുന്നത്. ടു യൂസ് യുവർ OneCard ഓൺ ഗൂഗിൾ പേ ഓൺ ഒരു മൊബൈൽ ഡിവൈസ്, ഓപ്പൺ ഗൂഗിൾ പേ ആൻഡ് ഫോളോ ദ സ്റ്റെപ്സ് എന്ന് അതിൻ്റെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടാപ്പ് ഓൺ യുവർ പ്രൊഫൈൽ പേയ്മെൻറ്റ് മെത്തേഡ് ആൻഡ് ആഡ് കാർഡ്. അപ്പോൾ കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കുക, എൻ്റർ ദ കാർഡ് നമ്പർ, DXPD CVV സംഭവം കൊടുക്കുക. ടാപ്പ് സേവ് ടു ഒതൻറ്റിക്കേറ്റ് യുവർ കാർഡ് ഡീറ്റെയിൽസ്, അക്സെപ്റ്റ് ഇഷ്യൂ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ ഒരു OTP വരും. അപ്പോൾ OTP വിൽ ബി ഓർഡർ ഓർ യു ക്യാൻ എൻ്റർ ഇറ്റ് മാനുവലി. ആഫ്റ്റർ ദ കാർഡ് ഇസ് വെരിഫൈഡ് യു ആർ റെഡി ടു യൂസ് ഇറ്റ് ഫോർ ദ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ. Wherever you see a Bharat QR code in the shop, just scan the QR code using the scanner on your Google Pay app to pay എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് സംഭവം. ആ കാർഡ് നമ്മുടെ പ്രൈമറി പേയ്മെൻ്റ് ആയിട്ട് വെച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റും. പിന്നെ അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ദ ഫോൺ ഷുഡ് ബി NFC enabled in order to add the card to Google Pay എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ NFC സപ്പോർട്ടായിട്ട് കാർഡുകൾക്ക് മാത്രമേ നമ്മുടെ ഈ കാർഡ് പേയ്മെൻറ്റ് കൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ടാപ്പ് ആൻഡ് പേ ആയാൽ തന്നെ നമുക്ക് NFC സപ്പോർട്ട് വേണം. പിന്നെ റീസെൻ്റ്ലി കുറച്ച് പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡെബിറ്റ് കാർഡിലും ക്രെഡിറ്റ് കാർഡിലൊക്കെ എന്താ പറയുക, അയ്യോ പറഞ്ഞല്ലോ, RFID കോഡ് അത് ഉപയോഗിക്കുന്നതെന്നൊക്കെ. പക്ഷേ RFID എന്നല്ല, RFID ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിവൈസ്, ലേറ്റസ്റ്റ് ആയിട്ട് ടെക്നോളജിയാണ് NFC. അപ്പോൾ NFC ആണ് ഉപയോഗിക്കുന്നത് കാർഡിലൊക്കെ. ഞാൻ ബാക്കിൽ തിരിച്ച് കാണിച്ചാൽ അതിൻ്റെ ബാക്കിൽ നമ്പർ ഉണ്ട് എൻ്റെ. അപ്പോൾ ഈ എംബ്ലം എന്ന് പറയുന്നത് NFC എംബ്ലമാണ് കേട്ടോ, അല്ലാണ്ട് RFID എംബ്ലം അല്ല അത്. പിന്നെ നിങ്ങൾക്ക് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ കാർഡിന് ഈ ഒരു കവറിനെ കുറിച്ച്. ഇത് നമ്മുടെ RFID ബ്ലോക്കിംഗ് എന്ന് വെച്ചാൽ RFID ടെക്നോളജി തന്നെയാണ് ഈ NFC എന്ന് പറയുന്നത്. ഇപ്പോൾ NFCയുടെ എന്ന് വെച്ചാൽ RFID ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് NFC. അപ്പോൾ അത് ബ്ലോക്കിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു കവറാണത്. അപ്പോൾ നമുക്ക് ഈ കവറിലോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് നമുക്ക് സ്കാനിങ് എന്ന് ഇപ്പോൾ ആരെങ്കിലും വന്ന് നമ്മുടെ പോക്കറ്റിൽ നിന്നൊക്കെ സ്കാൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എന്നിട്ട് ഇപ്പോൾ ടാപ്പ് ആൻഡ് പേ പോലത്തെ ഈ കാർഡ് ഡീറ്റെയിൽസ് എടുക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ നല്ല കാര്യമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് NFC സപ്പോർട്ടായിട്ടുള്ള ഇപ്പോൾ വാലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, പേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചുകൂടി ചീപ്പാണ്. ഇതിന് ഒരു 10 എണ്ണത്തിന് ഒരു 150 രൂപ സംതിങ് ഒക്കെ വരുള്ളൂ. ഞാൻ Amazon വാങ്ങിച്ചത്. നമ്മൾ പണ്ടിനെ കുറച്ച് വീഡിയോ ഇട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ അതിൽ വീഡിയോ നിങ്ങൾക്ക് പോയി നോക്കി കഴിഞ്ഞാൽ കിട്ടും. ഞാൻ എന്തായാലും ഈ ലിങ്ക് ഇതിൻ്റെ ഈ വീഡിയോയുടെ താഴെ വേണമെങ്കിൽ കൊടുക്കാൻ താല്പര്യമായിട്ട് പോയിട്ട് വാങ്ങിക്കട്ടെ. അപ്പോൾ പിന്നെ ആരെങ്കിലും കാർഡ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ റെഫറൽ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കിട്ടാൻ ഈസി ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് 2500 അതിൻ്റെ മുകളിൽ ചിലപ്പോൾ പോയിൻറ്റ്സ് എക്സ്ട്രാ കിട്ടാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ എടുക്കണമെങ്കിൽ ആ ലിങ്ക് കൂടെ എടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മളെന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ഞാൻ എന്തായാലും ഗൂഗിൾ പേയിൽ കാണിച്ചിട്ടുണ്ടാകും വിചാരിക്കുന്നത്. ഞാൻ എൻ്റെ കാർഡ് ഡീറ്റെയിൽസ് നമ്മുടെ ഗൂഗിൾ പേയിൽ ഞാൻ എൻ്റെ ഇത് കൊടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഉപയോഗിച്ച് നോക്കിയിരുന്നു. പിന്നെ നമ്മൾ ആദ്യം ഈ കാർഡ് ഡീറ്റെയിൽസ് അങ്ങനെ എല്ലാത്തിനും സേവ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ അവർ പറഞ്ഞ സംഭവം ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതൊന്ന് കഴിയട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം പേജ് വരിക ഗൂഗിൾ പേയിൽ. അപ്പോൾ ഗൂഗിൾ പേൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി കാണാൻ പറ്റുന്നതായിരിക്കും ബാങ്ക് കാർഡ് അല്ലെങ്കിൽ പേ ബിസിനസ് എന്ന്. അതിൽ ക്ലിക്ക് കഴിഞ്ഞാൽ പ്രൊസീഡ് കൊടുക്കുക, ആഡ് കാർഡ് ടു ഗൂഗിൾ പേ എന്ന്. അപ്പോൾ അതിൽ ഓൾറെഡി ഇവർക്ക് കുറച്ച് കാർഡുകൾ സപ്പോർട്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കാർഡ് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യും. ഞാൻ എൻ്റെ കാർഡ് ഞാൻ എന്തായാലും മറച്ചു പിടിക്കട്ടെ. ഞാൻ കാർഡ് കളഞ്ഞതാണ് ഓൾറെഡി. എന്താ പറയുക, നമ്മൾ ഓൾറെഡി കാർഡ് ഡീറ്റെയിൽസ് കളഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. അപ്പോൾ ഞാൻ എന്തായാലും ആഡ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം കളയാൻ നിൽക്കണ്ടേ. അപ്പോൾ ജസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. നമ്മുടെ എന്നിട്ട് പ്രൈമറി പേയ്മെൻറ്റ് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾ നോർമൽ സ്കാൻ QR കോഡ് ചെയ്യില്ലേ, അപ്പോൾ ചെയ്തപോലെ ചെയ്താൽ മതി. ഇതിൽ മോസ്റ്റ്ലി ഇത്ര കാലം നമുക്ക് ടാപ്പ് ആൻഡ് പേ ആയിരുന്നു സപ്പോർട്ട്. അതായത് നമ്മുടെ ഇപ്പോൾ നമ്മുടെ പ്രൈമറി പേയ്മെൻറ്റ് നമ്മുടെ കാർഡ് ഓൾറെഡി ഇതിലാണെങ്കിൽ നമുക്ക് ഈ കാർഡ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. കാർഡ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ നമുക്ക് കാർഡിൽ നിങ്ങൾക്കറിയായിരിക്കും NFC പേയ്മെൻറ്റ് എങ്ങനെയാണ് നമ്മൾ കാർഡ് കൊണ്ട് ആ മെഷീനുമ്പോൾ ടാപ്പ് ചെയ്യാണല്ലോ. അതിന് പകരം നിങ്ങൾക്ക് നമ്മുടെ ഫോൺ കൊണ്ട് ടാപ്പ് ചെയ്താൽ മതി നമ്മുടെ ഗൂഗിൾ പേ ഓപ്പൺ ആക്കിയിട്ട്. അതാണ് നമ്മുടെ കാർഡിൻ്റെ ഒരു ഗൂഗിൾ പേ സപ്പോർട്ട് ഇത്ര കാലം ഉണ്ടായിരുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി QR കോഡും എനേബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ OneCardൻ്റെ മെസ്സേജ് കാണിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഇത് എനേബിൾ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും OneCard ഉള്ളവർക്ക് അതുപോലെ തന്നെ NFC സപ്പോർട്ട് വന്നിട്ടുള്ള കാർഡുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കിയാൽ കേട്ടോ. ഞാൻ പ്രത്യേകം പറയുകയാണ്, NFC സപ്പോർട്ടുള്ള ഫോണുകളിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ ഫോണുകൾക്കും പറ്റില്ല. അപ്പോൾ നമ്മളെന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെടും. ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മൾ എല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ ഉണ്ടാലോ. ബൈ.